എൻ്റെ പേര് മെറിൻ. ഞാനായിരിക്കും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഓപ്ഷണൽ ഹാൻഡിൽ ചെയ്യുന്നത്. സോ ഇന്നത്തെ ക്ലാസ് ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് ആയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ എപ്പോഴും ഒരു ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെൽഫ് ഡ്രൈവൊക്കെ ചെയ്ത് പോകുന്നതെങ്കിൽ നമ്മൾ ഓഫ് കോഴ്സ് ആദ്യം ചെയ്യുക ഗൂഗിൾ മാപ്പ് എടുക്കും, ഡെസ്റ്റിനേഷൻ ടൈപ്പ് ചെയ്യും, അതിൻ്റെ റൂട്ട് മനസ്സിലാക്കും. വൈ ഡു വി ഡു ദാറ്റ്? നമ്മൾ എന്തിനാണ് അത് ചെയ്യുന്നത്? ഓഫ് കോഴ്സ് നമ്മൾ വഴിതെറ്റി പോകാതിരിക്കാനായിട്ടാണ്, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പം എങ്ങനെ അവിടെ എത്താം, ഏതൊക്കെ റൂട്ടിൽ കൂടെയാണ് പോകേണ്ടത്, ഏതൊക്കെ ജംഗ്ഷൻസിൽ എവിടേക്കാണ് ടേൺ ചെയ്യേണ്ടത്, നമ്മളതൊക്കെ മനസ്സിലാക്കും ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ പ്രോപ്പറായിട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ്. സോ ഇതുപോലെ തന്നെയാണ്, ലൈക്ക് നമ്മൾ സ്റ്റഡിങ് ഒരു ജേർണി തന്നെയാണ്. ആൻഡ് ഈ ഒരു ജേർണിയിലും നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി പോകേണ്ടത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വഴിതെറ്റി പോകാതെ ഡെസ്റ്റിനേഷനിൽ പ്രോപ്പറായിട്ട് കറക്റ്റ് ടൈമിങ്ങിന് എത്താൻ വേണ്ടിയിട്ട് ഗൂഗിൾ മാപ്പ് നോക്കുന്നത് ഉപകരിക്കും. സോ നമ്മുടെ സ്റ്റഡി ജേർണിയിലെ ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമ്മുടെ സബ്ജക്റ്റ് സിലബസ് ആണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ സബ്ജക്റ്റ് ഗൂഗിൾ മാപ്പായിട്ടുള്ള സിലബസ് നല്ല രീതിയിലൊന്ന് കവർ ചെയ്യാനും അതിൻ്റെ മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മളെപ്പോഴും ഒരു പാർട്ട്ണറെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആളുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയും. എന്നിട്ട് നമ്മൾ നോക്കുന്നത് ലൈക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ആൾ നമുക്ക് പറ്റിയ ആളല്ല എന്ന് നമുക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ടേസ്റ്റും ആളുടെ ടേസ്റ്റൊക്കെ സെറ്റ് ആവുമെന്നൊക്കെ നോക്കുന്നത്. സിമിലർലി നമ്മളൊരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ സബ്ജക്റ്റിൽ എന്തൊക്കെയാണുള്ളത്, സബ്ജക്റ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ആ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാം. എന്നാലാണ് കുറച്ച് നാൾ പഠിച്ചു തുടങ്ങിയ ഒരു പകുതി എത്തുമ്പോൾ ഇതെനിക്കുള്ള സബ്ജക്റ്റ് അല്ല എന്ന് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ പാർട്ട്ണർ ബിഫോർ യു ഗെറ്റ് ഇൻ ടു റിലേഷൻഷിപ്പ് വിത്ത് എ പാർട്ട്ണർ. സോ നമ്മൾ പബാഡുമായിട്ടൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ പബാഡ് എന്ന ഓപ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറായിട്ട് എടുക്കാൻ പോവാണ്. സോ ആൾ നമുക്ക് സെറ്റ് ആവുമോ എന്നറിഞ്ഞിരിക്കേണ്ടത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ പബാഡ് എന്ന പാർട്ട്ണർ നമുക്ക് സെറ്റ് ആവുമോ എന്നറിയാനായിട്ടുള്ള ഒരു സെഷനായിട്ടാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. സോ ഹോപ്പ് ദിസ് ക്ലാസ് വുഡ് യൂട്ടിലൈസ് ഫോർ യു. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് നോ അബൌട്ട് വാട്ട് ഇസ് പബാഡ് ഓപ്ഷണൽ. പബാഡ് എന്ന ഓപ്ഷണൽ എന്തിനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്നാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഓക്കെ, സോ പബാഡ് എന്ന ഓപ്ഷണൽ ചൂസ് ചെയ്ത ഒരാളെന്ന നിലയിൽ മൈ ആൻസർ വുഡ് ബി, നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റി അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഒരു സറൗണ്ടിങ്, ആ ഒരു സറൗണ്ടിങ്ങിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് അറിഞ്ഞിരിക്കേണ്ടത് ഒരു സിറ്റിസൺ എന്ന നിലയിൽ, അതിനേക്കാൾ ഉപരി UPSC ആസ്പിറൻ്റ് എന്ന നിലയിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ യുവർ സൊസൈറ്റി, റൈറ്റ്? നമ്മുടെ സൊസൈറ്റിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അതിനെക്കുറിച്ചുള്ള ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്, നമ്മുടെ സൊസൈറ്റിയുടെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, സൊസൈറ്റി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഗവൺമെൻറ് എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്, എന്താണ് ഗവൺമെൻറ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്, ഗവൺമെൻറ് ഇറക്കുന്ന പോളിസീസ് പ്രോഗ്രാംസ് ഒക്കെ എന്തൊക്കെയാണ്, അഡ്മിനിസ്ട്രേഷൻ ഏതൊക്കെ ലെവലിൽ എങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. സോ ഇങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് അറിയാനായിട്ട് പബാഡ് എന്ന ഓപ്ഷൻ നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. സോ ഇത്രയും ഈ വക കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പബാഡ് എന്ന ഓപ്ഷനിലൂടെ അറിയാൻ സാധിക്കുന്നത്, മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വൈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. വൈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുമ്പോൾ ആക്ച്വലി ഞാൻ പറഞ്ഞു നമ്മുടെ സൊസൈറ്റിനെ കുറിച്ച് മനസ്സിലാക്കാനും അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ വർക്ക് ചെയ്യണമെന്നൊക്കെ അറിയാനായിട്ടാണ് പബാഡ് ചൂസ് ചെയ്യുന്നത്. സോ വൈ എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മുടെ ചോയ്സിലാണ് ഇരിക്കുന്നത്. ലൈക്ക് നമ്മൾ ഡാഫൊക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ വാട്ട് വുഡ് യു ലൈക്ക് ടു ബിക്കം, മെജോറിറ്റി ആൾക്കാരുടെയും ആൻസർ ഐ ലൈക്ക് ടു ബി IAS ഓഫീസർ, IPS അങ്ങനെയൊക്കെ ആയിരിക്കും, ഓർ IFS. സോ IAS, IPS, IFS എന്ന് പറയുന്ന ഈ പ്രസ്റ്റീജിയസ് പൊസിഷൻസിലൊക്കെ ഇരിക്കുമ്പോൾ വാട്ട് ആർ വി ഡൂയിങ്? We are helping to implement the policies and programs made by government, right? സോ ഈ പോളിസീസ് ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതെങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ഗവേണൻസ് എങ്ങനെയാണ് നടക്കുന്നത്, ഗവേണൻസ് എങ്ങനെ നല്ല അടിപൊളിയായിട്ട് ചെയ്യാം. സോ ഒരു IAS, IPS, IFS ആസ്പിറൻ്റ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ അതൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന വ്യക്തി, അല്ലെങ്കിൽ അതൊക്കെ ചെയ്യാൻ പോകുന്ന വ്യക്തി എന്ന നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ പബാഡ് എന്ന ഓപ്ഷനിലുള്ളൂ. സോ ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ബെനിഫിറ്റ് ഓഫ് ദ സബ്ജക്റ്റ്. നമ്മളൊരു IAS ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ IAS ആവുകയാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ നമ്മുടെ ജോബിൽ, നമ്മുടെ കരിയറിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ഓപ്ഷനിലുള്ളൂ. അതിനെ ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഓക്കെ, സോ അതാണ് why എന്ന ക്വസ്റ്റ്യൻ്റെ വെരി ഇമ്പോർട്ടൻറ്റ് ആൻസർ. ഇറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ യുവർ കരിയർ, ഇൻ യുവർ ജോബ് ആൻഡ് ഇൻ യുവർ ലൈഫ് ടു. ഓക്കെ,
ഓൾസോ പബാഡ് എന്ന സബ്ജക്റ്റിന് മറ്റൊരു പ്രത്യേകതയാണ് ഇറ്റ്സ് ആൻ ഇൻ്റർ ഡിസിപ്ലിനറി സബ്ജക്റ്റ്. കുറച്ച് സബ്ജക്ട്സുകളുടെ ഒരു മിക്സാണ് പബാഡ് എന്ന് പറയുന്ന ഓപ്ഷണൽ ആക്ച്വലി. നമുക്ക് പബാഡ് എന്ന ഓപ്ഷനിൽ പൊളിറ്റിക്കൽ സയൻസിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കുറച്ച് ടോപ്പിക്സ് നമുക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ലൈക്ക് ഗവൺമെൻറ് എവറിത്തിങ് കംസ് അണ്ടർ ദ പൊളിറ്റിക്കൽ സയൻസ്. നമുക്ക് പിന്നെ മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് കാണിക്കാൻ സാധിക്കും. മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, നമുക്ക് എങ്ങനെയാണ് മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ ചെയ്യുക, മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യുക, ഇങ്ങനത്തെ കുറച്ച് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജറിയൽ ലെവലിലുള്ള കുറച്ച് ടോപ്പിക്സ് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് നമുക്ക് ഒരു കുറച്ച് പോർഷൻസ് ഓഫ് ഇക്കണോമിക്സും കാണാൻ സാധിക്കും ഇതിൻ്റെ അകത്ത്. എങ്ങനെയാണ് ഒരു സൊസൈറ്റിയിലെ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പോകുന്നത്, അങ്ങനെ ഇക്കണോമിക്സിന് കുറച്ച് ഫീച്ചേഴ്സും അല്ലെങ്കിൽ സബ്ജക്ട്സും നമുക്ക് കാണാൻ സാധിക്കും. ഓൾസോ ലോയുടെ കുറച്ച് പോർഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ പബാഡ് ഈസ് ആൻ ഇൻ്റർ ഡിസിപ്ലിനറി സബ്ജക്ട് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്, മാനേജ്മെൻറ്റ്, ഇക്കണോമിക്സ് ആൻഡ് ലോ. സോ 4 മേഖലകളിലെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുകയാണ് നമുക്ക് ഈ പബാഡ് എന്നുള്ള ഓപ്ഷനിൽ കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളത് മറ്റൊരു ഫീച്ചറാണ് ഈ ഒരു സബ്ജക്റ്റിൽ. ദ വെരി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇസ് ഹൗ. ഹൗവിലാണ് ഏറ്റവും കൂടുതൽ ആൻസേഴ്സ് അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, സോ എങ്ങനെ പബാഡ് എന്ന ഓപ്ഷനിൽ നമുക്ക് പഠിക്കാം, എങ്ങനെ പബാഡ് എന്ന ഓപ്ഷനിൽ നമുക്ക് സ്റ്റാർ ആവാം, അല്ലെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു അറിവുള്ളൊരു വ്യക്തിയാവാം, അല്ലെങ്കിൽ നല്ല സ്കോർ ചെയ്യുന്ന രീതിയിലുള്ള ഒരാളായി മാറാം എന്നുള്ളതിൻ്റെ ആൻസർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ ആദ്യം പറഞ്ഞു, ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഓപ്ഷനിലുള്ളതെന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് യുവർ പാർട്ട്ണർ. നമ്മുടെ ഓപ്ഷനിൽ നല്ലോണം മനസ്സിലാക്കുക, നമ്മുടെ ഗൂഗിൾ മാപ്പ് അറിഞ്ഞിരിക്കുക അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ ദ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ആസ് എ പബാഡ് ഓപ്ഷണൽ സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് നോ ആൻഡ് ലേൺ യുവർ സിലബസ്. സിലബസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ചെയ്യും. സോ അത് പുറകെ വരും. സോ നമുക്ക് സിലബസ് അറിഞ്ഞിരിക്കുന്നത് കൂടാണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ അറിയാനുണ്ട്, അത് നമുക്ക് അതിന് ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ സിലബസ് നല്ലോണം മനസ്സിലാക്കി അതിലെ ടോപ്പിക്സൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമുക്ക് കോൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ്. അതിൽ ഓരോ കോൺസെപ്റ്റ്സ് നമ്മുടെ സിലബസിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഈ കോൺസെപ്റ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ക്ലാരിറ്റി ഉണ്ടാകുക, ആ ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് സെക്കൻഡായിട്ട് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് സോ നമ്മൾ സിലബസ് മനസ്സിലാക്കി കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ യു ആർ സെറ്റ് ഫോർ ഗോയിങ് ഫോർവേഡ്. ഓക്കെ, സോ പിന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് കറണ്ട് അഫയേഴ്സിൻ്റെ ഇൻറ്റഗ്രേഷൻ. നമുക്കറിയാം ഓപ്ഷണലിൻ്റെ ആൻസർ റൈറ്റിംഗ് ഫുൾ ആൻസർ റൈറ്റിംഗ് ആണ്, MCQ ഒന്നുമില്ല, essays ആണ് നമ്മൾ എഴുതേണ്ടത് അല്ലെങ്കിൽ ആൻസേഴ്സാണ് നമ്മൾ എഴുതേണ്ടത്. സോ നമ്മൾ നമ്മുടെ ആൻസറിനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ യുണീക്ക് ആക്കണ്ടേ. സോ നമുക്ക് ഇപ്പോൾ യുണീക്കായിട്ട് നിൽക്കാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യുക. സോ നമ്മൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഹൗ ക്യാൻ യു മേക്ക് ഇറ്റ് ബെറ്റർ എന്നുള്ള രീതിയിൽ ആ ഒരു തീം വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ എങ്ങാനും വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ഇൻക്ലൂഡ് സം ഗുഡ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസ് ദാറ്റ് ഹാവ് ബീൻ ടേക്കൺ. നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് കുറേ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ എടുക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ കാണാൻ സാധിക്കും. നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രാംസ് പഠിക്കാനും ഉണ്ട് ഈ സബ്ജക്റ്റിൽ. റാദർ ദാൻ ദാറ്റ് നോയിങ് ദ കറണ്ട് അഫയേഴ്സ് വുഡ് ഹെൽപ്പ് യു ടു ആഡ് മോർ പോയിന്റ്സ്. നമുക്ക് ചെറുതായിട്ടൊക്കെ പോയിന്റ്സ് ജോട്ട് ഡൗൺ ചെയ്തിട്ട് നമ്മുടെ ആൻസറിനെ കുറച്ച് യുണീക്ക് ആക്കാൻ സാധിക്കും. സോ ദാറ്റ് വിൽ ബി പിന്നെ നമ്മുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള എല്ലാവർക്കും ആക്ച്വലി ഒരു സെറ്റ് ഓഫ് എക്സാമ്പിൾസ് ഉണ്ടാവും. എന്നാൽ നമ്മുടേതായിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള എക്സാമ്പിൾ ഉണ്ടെങ്കിൽ വി വുഡ് ബി യുണീക്ക്, റൈറ്റ്? ചിലപ്പോൾ ആ ഒരു പോയിന്റിലായിരിക്കും നിങ്ങൾക്ക് ഒരു ഹാഫ് മാർക്സ് 1 മാർക്സ് ഒക്കെ കയറാൻ പോകുന്നത്. സോ കറണ്ട് അഫയേഴ്സ് അറിഞ്ഞിരിക്കുക, ഈ അഡ്മിനിസ്ട്രേഷൻ ലെവലിലുള്ള കറണ്ട് അഫയേഴ്സ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓൺ ഹൗ വി ക്യാൻ മൂവ് ഫോർവേഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ആൻസർ റൈറ്റിംഗ്. പ്രാക്ടീസ് 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 മേക്സ് യു പെർഫെക്റ്റ് നമ്മൾ പറഞ്ഞില്ലേ. സോ പ്രാക്ടീസ് ചെയ്യാണ്ട് നമുക്ക് ആൻസേഴ്സ് ഇമ്പ്രൂവ് ആവാൻ സാധിക്കില്ല. സോ നമുക്കൊരു നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് സെഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ ഇപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടോപ്പിക്ക് കഴിയുമ്പോൾ ആ ടോപ്പിക്കിന് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നിട്ട് ആൻസേഴ്സ് എഴുതി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ ജേർണി. പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് ആൻസേഴ്സ് വരത്തുള്ളൂ. നമ്മൾ വിചാരിക്കും ആ ടൈം ആകുമ്പോൾ വരുന്നു, ബട്ട് ഇറ്റ്സ് എ ബിഗ് നോ. ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഈക്വലി ഇമ്പോർട്ടൻറ്റ് ടു കോൺസെപ്ച്വൽ ക്ലാരിറ്റി. കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കുന്നത് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, സോ നമ്മുടെ ഗൂഗിൾ മാപ്പിലേക്ക് കടക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ സിലബസിലേക്ക് കടക്കുകയാണ്.
സോ ജസ്റ്റ് ലൈക്ക് അതർ ഓപ്ഷണൽസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലും 2 പേപ്പറാണുള്ളത്. പേപ്പർ 1 ഇസ് ആസ് യു ക്യാൻ സീ അഡ്മിനിസ്ട്രേഷൻ തിയറി എന്നാണ് പേപ്പർ 1ൻ്റെ പേര്. ആൻഡ് പേപ്പർ 2 ഇസ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ആസ് യു ക്യാൻ സീ ഹിയർ ടു ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് പേപ്പർ 2ൻ്റെ പേര്. സോ നമുക്ക് ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നടത്താം. ആൻഡ് ഈ അനാലിസിസ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ബാഡ് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റണം. ഓക്കെ, അതാണ് നമ്മുടെ ഇൻറ്റൻഷൻ. സോ നമുക്ക് പേപ്പർ 1 ജസ്റ്റ് ലൈക്ക് ദ നെയിം തിയറിറ്റിക്കൽ പോർഷൻ ആണ്. അതായത് ഹിസ്റ്റോറിക്കലി എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നത് പബാഡ് എന്ന ഓപ്ഷണൽ അല്ല പബാഡ് എന്ന ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നത് തിയറിറ്റിക്കൽ ആയിട്ടുള്ള പോർഷൻസ് ആണ് നമ്മൾ പേപ്പർ 1 കാണുന്നത്. ആൻഡ് പേപ്പർ 2 വരുമ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ, അതായത് പ്രാക്ടിക്കൽ ലെവലുള്ള കാര്യങ്ങളാണ് പേപ്പർ 2 സോ പേപ്പർ 1 ചിലർ കുറച്ച് ഹാർഡായിട്ട് പറയാറുണ്ട്, ബിക്കോസ് ഇറ്റ്സ് ഹിസ്റ്ററി. നമുക്ക് കുറേ തിങ്കേഴ്സൊക്കെ പഠിക്കാനുണ്ട്. സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ കാണുന്നില്ലേ, അതിൽ കുറേ തിങ്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഗുഡ്. ഈ പേപ്പർ 1 തിയറിയുടെ ആപ്ലിക്കേഷനാണ് പേപ്പർ 2 വരുന്നത്. സോ നമുക്ക് പേപ്പർ 1 കുറച്ച് കാര്യങ്ങളും ആഡ് ചെയ്തിട്ട് പേപ്പർ 2 എഴുതാൻ പറ്റും. ലൈക്ക് ഇപ്പോൾ പേപ്പർ 2 എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരിക വെച്ചാൽ നമുക്ക് പേപ്പർ 1 ഏതെങ്കിലും തിങ്കേഴ്സിൻ്റെ കോട്ട് എടുത്തിട്ട് പേപ്പർ 2 ഇടാൻ പറ്റും. സോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറ്റ്സ് ഇൻ്റർ കണക്റ്റഡ്. അതാണ് ഈ പേപ്പറിൻ്റെ, എനിക്ക് തോന്നുന്നു എല്ലാ ഓപ്ഷനിലും അങ്ങനെയാണ്. പേപ്പർ 1 തിയറിയും പേപ്പർ 2 പ്രാക്ടിക്കലും ആണ്. ഇതിൽ നമുക്ക് ആൻസേഴ്സ് ഇൻ്റർഡിപ്പെൻഡൻ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നത് ഒരു വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ സിലബസ് നല്ലോണം ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസിസ് ചെയ്യാം. സോ പേപ്പർ 1 അഡ്മിനിസ്ട്രേഷൻ തിയറിയാണ്. ഓക്കെ, സോ ഇൻട്രൊഡക്ടറി പോർഷനിൽ നമ്മൾ എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് പറയാൻ പോകുന്നത്. അതിൻ്റെ സ്കോപ്പ് എന്താണ്, മീനിങ് എന്താണ്, സിഗ്നിഫിക്കൻസ് എന്താണ്, പിന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇവോൾവ് ചെയ്ത് വരാൻ കാരണക്കാരായിട്ടുള്ള ഓരോരുത്തർ, വൂഡ്രോ വിൽസൺ പോലുള്ള ഗ്രേറ്റ് തിങ്കേഴ്സിൻ്റെ അവരുടെ നോട്ട്സും അവർ ഇറക്കിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എങ്ങനെയാണ് അത് ഇവോൾവ് ചെയ്ത് വന്നത്, അതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്തൊക്കെയാണ്, പിന്നെ LPG റിഫോംസ് അറിയാലോ, ലിബറലൈസേഷൻ, പബ്ലിക് പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. LPG റിഫോംസ് കൊണ്ട് ഉണ്ടായിട്ടുള്ള ചാലഞ്ചസ് എന്തൊക്കെയാണ്, ഗുഡ് ഗവേണൻസ്, ഇങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെയാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. സോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ ഉണ്ടായി, ഹൗ ഇസ് ഇറ്റ്, അല്ലെങ്കിൽ വാട്ട് ഈസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് നമ്മൾ ഇൻട്രൊഡക്ടറി ചാപ്റ്ററിൽ പഠിക്കുന്നത്. ആൻഡ് ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇവോൾവ് ചെയ്ത് വരാൻ കാരണമായിട്ടുള്ള കുറേ തിങ്കേഴ്സിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അവർ കണ്ടുപിടിച്ച ഓരോ കാര്യങ്ങളും അവർ എഴുതിയിരിക്കുന്ന ഓരോ പേപ്പേഴ്സും എസ്സേസ് ഒക്കെയാണ് ഈ ഒരു സബ്ജക്റ്റ് ആയിട്ട് ഇവോൾവ് ചെയ്ത് വരാൻ റീസൺ. സോ ആ തോട്ട്സും ആ തിങ്കേഴ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പറയുന്നത്. പല പല തിങ്കേഴ്സിൻ്റെ പല പല ടോപ്പിക്സിലുള്ള പേപ്പേഴ്സിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളതാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. സോ അങ്ങനെ തിങ്കേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഒത്തിരി തിങ്കേഴ്സ് ഉണ്ട്, മേരി പാർക്കർ ഫോളറ്റ്, എൽട്ടൺ മയോ, പിന്നെ RK ലിക്രറ്റ്, ആർഗ്രിസ് മക്ഗ്രഗർ, ഇങ്ങനത്തെ കുറേ തിങ്കേഴ്സ് ഉണ്ട്. സോ ഇവരെ എല്ലാവരെയും കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുന്നതാണ് സെക്കൻഡ് ചാപ്റ്ററിൽ. തേർഡ് ചാപ്റ്ററിൽ അഡ്മിനിസ്ട്രേറ്റീവ് ബിഹേവിയർ ആണ്. അതായത് നമ്മൾ അഡ്മിനിസ്ട്രേഷനിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട ബിഹേവിയേഴ്സ് എന്തൊക്കെയാണ്. ഓക്കെ, നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡിസിഷൻ മേക്കിംഗ്. സോ ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ്, അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്, ടെക്നിക്സ് എങ്ങനെയൊക്കെയാണ്. പിന്നെ ഡിസിഷൻ മേക്കിങ്ങിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻറ്റ്, നമ്മളൊരു ഹെഡായിട്ടൊക്കെ നിൽക്കാൻ പോകുന്ന ആൾക്കാരാണ് IAS IPS ഒക്കെ. സോ നമ്മുടെ സബോർഡിനേറ്റ്സിലേക്കുള്ള അല്ലെങ്കിൽ ടോപ്പ് ലെവൽ ലീഡേഴ്സിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻസ് എങ്ങനെയാണ് നടക്കുന്നത്, നമ്മുടെ വർക്കിൽ കാണിക്കേണ്ട മൊറൽസ് എന്തൊക്കെയാണ്, സബോർഡിനേറ്റ്സിനും ചുറ്റുള്ളവർക്കും കൊടുക്കേണ്ട മോട്ടിവേഷൻസ്, അതിൻ്റെ തിയറീസ്, അതിൻ്റെ പ്രോസസ്സസ്, ലീഡർഷിപ്പ്. സോ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ നിങ്ങൾക്ക് വേണ്ടിയിരിക്കുന്ന ബിഹേവിയേഴ്സ്, ക്വാളിറ്റീസ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഇതൊക്കെയാണ് നമ്മൾ തേർഡ് ചാപ്റ്ററിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, ഫോർത്ത് ചാപ്റ്ററിൽ ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരുന്ന ഓർഗനൈസേഷൻസിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരുന്ന മിനിസ്ട്രീസ്, ഡിപ്പാർട്ട്മെൻറ്റ്സ്, കോർപ്പറേഷൻസ്, കമ്പനീസ്, ബോർഡ്സ്, കമ്മീഷൻസ്, പിന്നെ അഡ്വോക്ക് ആൻഡ് അഡ്വൈസറി ബോഡീസ്, പിന്നെ അവരൊക്കെ ആയിട്ടുള്ള നമുക്ക് വേണ്ടിയിട്ടുള്ള റിലേഷൻഷിപ്സ്, നമ്മുടെ റെഗുലേറ്ററി അതോറിറ്റീസ്, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് PPP. സോ ഇതൊക്കെയാണ് നമ്മൾ ഫോർത്ത് ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ആ ഒരു ഓർഗനൈസേഷൻസ് അതെങ്ങനെയാണ്, അവരുടെ സ്ട്രക്ചർ എങ്ങനെയാണ്, അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അവരുടെ പവേഴ്സ് എന്തൊക്കെയാണ്. സോ ഇതൊക്കെയാണ് നമ്മൾ ഫോർത്ത് ചാപ്റ്ററിൽ മനസ്സിലാക്കുന്നത്. ഫിഫ്ത്ത് ചാപ്റ്റർ ഇസ് അക്കൗണ്ടബിലിറ്റി ആൻഡ് കൺട്രോൾ. അക്കൗണ്ടബിലിറ്റി ആൻഡ് കൺട്രോൾ എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇപ്പം നമ്മൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന നിലയിൽ
നമുക്കറിയാമല്ലോ, ലൈക്ക് പൊളിറ്റീഷ്യൻസ് ആയാലും സിവിൽ സർവീസ് ജോലി ചെയ്യുന്ന ആൾക്കാരായാൽ പോലും അവരൊക്കെ അവരുടെ ജോലി പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് കുറേ മെഷീനറീസും കുറേ കാര്യങ്ങളുണ്ട് ഇന്നത്തെ സൊസൈറ്റിയിൽ. സോ അതെന്തൊക്കെയാണെന്ന് മീഡിയ ഇസ് ദി ഗ്രേറ്റസ്റ്റ് ഫോം ഓഫ് ചെക്ക് അല്ലേ. ഏതെങ്കിലും പൊളിറ്റീഷ്യൻസ് ഇതിൽ കറപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മീഡിയ അപ്പം തന്നെ അത് ന്യൂസിൽ കൊണ്ടുവരും. സോ ദാറ്റ് ഇസ് മീഡിയനെ പേടിച്ചിട്ടാണ് കുറേ ആൾക്കാരൊക്കെ ആക്ച്വലി ജീവിക്കുന്നത്. സോ ദാറ്റ് ഈസ് എ ഫോം ഓഫ് ചെക്ക് ആൻഡ് ബാലൻസ്. സോ അക്കൗണ്ടബിലിറ്റി എൻഷുർ ചെയ്യാനായിട്ട് മീഡിയ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്, പിന്നെ വോളണ്ടറി ഓർഗനൈസേഷൻസ്, സിവിൽ സൊസൈറ്റി, പിന്നെ സിറ്റിസൺസ് ചാർട്ടർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടൂൾ ദാറ്റ് ഇസ് ഇംപ്ലിമെൻറ്റഡ് ടു മേക്ക് ഷുവർ ദാറ്റ് സിറ്റിസൺസ് ആർ ഗെറ്റിംഗ് ദ റിക്വയർഡ് തിങ്സ്. സിറ്റിസൺസിന് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യാനായിട്ട് അവരുടെ റൈറ്റ്സിനെ കുറിച്ച് നമ്മുടെ റൈറ്റ്സിനെ കുറിച്ച് നമുക്കൊരു അവയർനെസ് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് സിറ്റിസൺ ചാർട്ടർ. സോ അതൊക്കെ അക്കൗണ്ടബിലിറ്റിയും കൺട്രോളൊക്കെ. പിന്നെ RTI ഓഫ് കോഴ്സ്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മുടെ സൊസൈറ്റിയെ മാറ്റിമറിച്ചൊരു സാധനം തന്നെയാണ് RTI. പിന്നെ സോഷ്യൽ ഓഡിറ്റ്സ് ഉണ്ട്. സോ കൺട്രോൾ മെക്കാനിസംസ് ആണ് നമ്മുടെ 5th ചാപ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 6th ചാപ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ലോ ആണ്. നമ്മൾ ഡെലഗേറ്റഡ് ലെജിസ്ലേഷൻ കൊണ്ടുവന്നത്, പിന്നെ എങ്ങനെയാണ് അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നത്, അതിൻ്റെ ലോ എങ്ങനെയാണ്, പിന്നെ ഡൈസി എന്ന് പറയുന്ന തിങ്കർ എങ്ങനെയാണ് അതിൻ്റെ ലോ കാണിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് കാണാൻ സാധിക്കും. സോ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ഏതൊക്കെയാണ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, പവേഴ്സ്, ഫങ്ഷൻസ് എക്സെട്ര ഒക്കെയാണ് നമ്മൾ 6th ചാപ്റ്ററിൽ പഠിക്കുന്നത്. 7th ചാപ്റ്ററിൽ കമ്പാരറ്റീവ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ്. നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനും മറ്റ് രാജ്യങ്ങളിലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻസ് ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ പൊളിറ്റിക്സ് ഒക്കെ ആയിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യും. എന്തൊക്കെയാണ് നമുക്കുള്ള ഗുണങ്ങൾ, എന്തൊക്കെയാണ് അവിടെ നമുക്ക് എടുക്കാൻ പറ്റിയ അവിടെയുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്. സോ അങ്ങനത്തെ രീതിയിലുള്ളൊരു കമ്പാരറ്റീവ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ നടത്തും. ആൻഡ് അതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്ന് നമ്മൾ നോക്കും. പിന്നെ അഡ്മിനിസ്ട്രേഷൻ അവിടേക്ക് എങ്ങനെയാണ്, അവിടുത്തെ സിസ്റ്റംസ് എങ്ങനെയൊക്കെയാണ് ഹിസ്റ്റോറിക്കലി നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിന് ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് റിക്സീൻ മോഡൽ പഠിക്കും, അതിൻ്റെ ക്രിറ്റിസിംസ് പഠിക്കും. അതൊക്കെയാണ് 7th ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. നമ്മൾ 8th ചാപ്റ്ററിൽ നമ്മൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ മാറിക്കൊണ്ടിരിക്കുന്ന പ്രൊഫൈൽ എങ്ങനെയാണ്, ഡെവലപ്മെൻറ്റ് എന്താണ്, പിന്നെ ആൻറ്റി ഡെവലപ്മെൻറ്റ് തീസിസ്, പിന്നെ ഡെവലപ്മെൻറ്റും ബ്യൂറോക്രസി ആയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ റിലേഷൻഷിപ്പ് പോകുന്നത്. പിന്നെ നമ്മൾ സ്ട്രോങ് സ്റ്റേറ്റ് മാർക്കറ്റ് ഡിബേറ്റ് എന്നുള്ള പോർഷൻസ് ഒക്കെ പഠിക്കും. പിന്നെ LPG അല്ലെങ്കിൽ ലിബറലൈസേഷനൊക്കെ എങ്ങനെയാണ് ഡെവലപ്പിംഗ് കൺട്രീസിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. വുമണും ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് പോകുന്നത്, അതിനെ സഹായിക്കുന്ന സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് മൂവ്മെൻ്റ് ഒക്കെ എന്താണ്. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ 8th ചാപ്റ്ററിൽ കവർ ചെയ്യുന്നത്. ഓക്കെ. 9th ചാപ്റ്റർ പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അതായത് ഒരു എംപ്ലോയി എന്ന നിലയിൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൻ്റെ പ്രാധാന്യം എന്താണ്, റിക്രൂട്ട്മെൻറ്റ് എങ്ങനെയാണ്, ട്രെയിനിങ് എങ്ങനെയാണ്, കരിയർ അഡ്വാൻസ്മെൻറ്റ്, പൊസിഷൻ ക്ലാസിഫിക്കേഷൻ, ഡിസിപ്ലിൻ, പെർഫോമൻസ് അപ്രൈസൽ, പ്രൊമോഷൻ, പേ ആൻഡ് സർവീസ് കണ്ടീഷൻസ്, പിന്നെ എംപ്ലോയി റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം, പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലുള്ള ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസംസ് എങ്ങനെയാണ്, നമ്മൾ ഫോളോ ചെയ്യേണ്ട കോഡ് ഓഫ് കണ്ടക്ട് എന്താണ്, എത്തിക്സ്, നമുക്ക് ഉണ്ടാവേണ്ട എത്തിക്സ് എന്തൊക്കെയാണ്. സോ ഈ വക നമ്മളൊരു ഓഫീസർ എന്ന നിലയിൽ, അതായത് എംപ്ലോയി എന്ന നിലയിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളും നമ്മളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കരിയർ റിലേറ്റഡ് കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന നിലയിൽ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ വക കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് 10th ചാപ്റ്റർ എന്ന് പറയുന്നത് പബ്ലിക് പോളിസിയാണ്. സോ നമ്മൾ പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. സോ ആ പോളിസി എങ്ങനെയുണ്ടായി, അതിൻ്റെ മേക്കിംഗ് എങ്ങനെയാണ്, ആ കോൺസെപ്റ്റ്സ് ഒക്കെ എങ്ങനെയാണ് വന്നത്, കോൺസെപ്ച്വലൈസേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് പ്ലാനിങ് ചെയ്യുന്നത്, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, അതിൻ്റെ അത് പ്രോപ്പറായിട്ട് നടക്കുന്നതെന്ന് അറിയാനായിട്ടുള്ള മോണിറ്ററിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇവാലുവേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, റിവ്യൂ എങ്ങനെയാണ് ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസും പബ്ലിക് പോളിസി ഫോർമുലേഷൻസ് ഒക്കെയാണ് നമ്മൾ 10th ചാപ്റ്ററിൽ കവർ ചെയ്യുന്നത്. 11th ചാപ്റ്ററിൽ നമ്മൾ ഇങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊണ്ടുവന്ന ഈ പോളിസീസും അഡ്മിനിസ്ട്രേറ്റീവ് ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കുന്നത്. നമുക്കിപ്പോൾ ഇന്നത്തെ കാലത്ത് ടെക്നോളജിക്ക് ഉള്ളതുകൊണ്ട് കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ സാധിക്കും. ലൈക്ക് നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഡിജിറ്റലാക്കി നമുക്ക് വേണ്ട സർവീസസ് ഒക്കെ ഡിജിറ്റലായിട്ട് കുറേ കിട്ടാൻ തുടങ്ങി. സോ ഇങ്ങനെ ഗവേണൻസ്, പിന്നെ IT എല്ലാം എങ്ങനെയാണ് നമ്മൾ കോർപ്പറേറ്റ് ചെയ്യുന്നത്, പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടൂൾസ് ഒക്കെയാണ് നമ്മൾ 11th ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ. ആൻഡ് പേപ്പർ 1 ലാസ്റ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ചാപ്റ്റർ എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഫൈനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷനിൽ ഓഫ് കോഴ്സ് നമ്മൾ എവറിത്തിങ് ഇസ് റിലേറ്റഡ് ടു മണി. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി ഒരു ഗവൺമെൻറ് എംപ്ലോയി എന്ന നിലയിൽ
എങ്ങനെയാണ് ഫൈനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഓഫ് കോഴ്സ് വി വോണ്ട് ബി ഡൂയിങ് ദാറ്റ് ടു എൻ എക്സ്റ്റെൻറ്റ്, ബട്ട് സ്റ്റിൽ എങ്ങനെയാണ് ഫൈനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നതെന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. സോ നമ്മുടെ മോണിറ്ററി ഫിസിക്കൽ പോളിസീസ് എന്തൊക്കെയാണ്, ബൊറോയിങ്സ് എങ്ങനെയാണ്, പിന്നെ ബഡ്ജറ്റ് ടൈപ്സും ബഡ്ജറ്റിൻ്റെ പ്രോസസ്സ് എന്താണ്, പിന്നെ ഫൈനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റി, അക്കൗണ്ട്സ് ഓഡിറ്റ് എങ്ങനെയൊക്കെയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 12th ചാപ്റ്റർ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷനിൽ കവർ ചെയ്യാനുള്ളത്. പേപ്പർ 2 നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, പേപ്പർ 2 നമ്മൾ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനാണ് നോക്കുന്നത്. സോ അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ആണ്. എങ്ങനെയാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ഇന്ന് നമ്മൾ ഈ കാണുന്ന ഒരു നില വരെ എത്തിയത്, എന്തിലൊക്കെ കൂടി ഏതൊക്കെ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ്. സോ നമുക്ക് അഡ്മിനിസ്ട്രേഷൻ്റെ ഫസ്റ്റ് സ്ട്രാൻഡ് ഓഫ് ഇൻഫർമേഷൻ കിട്ടുന്നത് കൗതില്യയുടെ അർത്ഥശാസ്ത്രം എന്നാണ്. സോ കൗതില്യയുടെ അർത്ഥശാസ്ത്രയിൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് തൊട്ട് മുഗൾ അഡ്മിനിസ്ട്രേഷൻ, പിന്നെ നമ്മുടെ ബ്രിട്ടീഷുകാർ വന്നു. സോ അങ്ങനെ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ ഇന്ത്യനൈസ് ചെയ്തതും ആ സമയത്തുണ്ടായിരുന്ന റവന്യൂ അഡ്മിനിസ്ട്രേഷൻ, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ത്യനൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് കുറേയൊക്കെ. സോ ആ ഇന്ത്യനൈസേഷൻ എങ്ങനെയാണ് നടന്നത്, സോ അതിൻ്റെ എവല്യൂഷൻ ഹിസ്റ്ററിയാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കവർ ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ടുള്ള ഒരു ഇതാണ്. സോ കോൺസ്റ്റിറ്റ്യൂഷണലിസം എങ്ങനെയാണ്, പൊളിറ്റിക്കൽ കൾച്ചർ എങ്ങനെയാണ്, ബ്യൂറോക്രസി എങ്ങനെയാണ്, പിന്നെ ഡെമോക്രസി, ഡെവലപ്മെൻറ്റ്, ഇവയൊക്കെ കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെയൊക്കെ സൈലൻറ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ കവർ ആവുന്നത്. തേർഡ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിനെ കുറിച്ചിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ മോഡേൺ ഇന്ത്യയിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് നമുക്ക് പറയാൻ സാധിക്കും. സോ എന്തൊക്കെ തരത്തിലുള്ള ഫോംസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, പിന്നെ ഓട്ടോണമി കൊടുക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന അതിൻ്റെ പ്രോബ്ലംസ് ഇതൊക്കെയാണ്, എങ്ങനെയാണ് അതിനെ നമ്മൾ അക്കൗണ്ടബിലിറ്റി എൻഷുർ ചെയ്യുന്നത്, കൺട്രോളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, പിന്നെ ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൽ കൊണ്ടുവന്ന ഇമ്പാക്റ്റ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് തേർഡ് ചാപ്റ്ററിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഫോർത്ത് ചാപ്റ്ററിൽ നമ്മൾ കവർ ചെയ്യുന്നത് യൂണിയൻ ഗവൺമെൻറ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആണ്. സോ നമ്മൾ ഇന്നത്തെ സിറ്റുവേഷനിൽ നമുക്ക് കാണാൻ സാധിക്കും, നമുക്കൊരു യൂണിയൻ ഗവൺമെൻറ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്. സോ യൂണിയൻ ഗവൺമെൻറ്റിൽ എക്സിക്യൂട്ടീവ്സ് ആരൊക്കെയാണ്, പാർലമെൻറ്റ്, ജുഡീഷ്യറി, സ്ട്രക്ചർ. എക്സിക്യൂട്ടീവ്, പാർലമെൻറ്റ്, ജുഡീഷ്യറി, ഈ മൂന്ന് കാര്യങ്ങളുടെയും സ്ട്രക്ചർ, ഫങ്ഷൻസ്, അവരുടെ പ്രോസസ്സസ്, പിന്നെ റീസെൻറ്റ് ട്രെൻഡ്സ് അതൊക്കെയാണ് ഇവരുടെ ഇടയിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ നമ്മുടെ ഇൻട്രാ ഗവൺമെൻറ്റൽ റിലേഷൻഷിപ്സ് ഒക്കെ എങ്ങനെയാണ് പോകുന്നത്, പിന്നെ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്, അങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട ഓഫീസസും മിനിസ്ട്രീസും ഡിപ്പാർട്ട്മെൻറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ അതിൻ്റെ അറ്റാച്ച്ഡ് ഓഫീസസ്, പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഫോർത്ത് ചാപ്റ്റർ ആയിട്ടുള്ള യൂണിയൻ ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷനിൽ നമുക്ക് കവർ ചെയ്യാനായിട്ടുണ്ട്. ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ സിൻസ് ഇൻഡിപെൻഡൻസ് എന്ന ഒരു ടോപ്പിക്കാണ്. സോ ഓഫ് കോഴ്സ് നമ്മൾ വളരെ നന്നായിട്ട് അറിഞ്ഞിരിക്കുന്ന ഒരു ചാപ്റ്ററാണ്. സോ ഒരു കളക്ടറിൻ്റെ ഇൻഡിപെൻഡൻസ് തൊട്ടിട്ടുള്ള റോൾ എങ്ങനെയാണ് മാറി വന്നത്, യൂണിയൻ സ്റ്റേറ്റ് ലോക്കൽ റിലേഷൻസ് എങ്ങനെയാണ് പോകുന്നത്, ഡെവലപ്മെൻറ്റ് മാനേജ്മെൻറ്റ്, ലോ ആൻഡ് ഓർഡർ അഡ്മിനിസ്ട്രേഷൻ, പിന്നെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, ഇതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് 7th ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. 8th ചാപ്റ്റർ സിവിൽ സർവീസസ് ആണ്. സോ സിവിൽ സർവീസസിൽ വേരിയസ് പോസ്റ്റുകളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ സ്ട്രക്ചർ, റിക്രൂട്ട്മെൻറ്റ്, ട്രെയിനിങ്, കപ്പാസിറ്റി ബിൽഡിംഗ് ഒക്കെ എങ്ങനെയാണ് നടക്കുന്നത്, പിന്നെ ഗുഡ് ഗവേണൻസിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ്. ഇതുവരെ ഞാൻ സെഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒത്തിരി എക്സാമ്പിൾസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഓൾറെഡി പഠിക്കും ഞാൻ പറഞ്ഞിരുന്നു, ഓരോ ഡിസ്ട്രിക്ട്സിലെ കളക്ടേഴ്സും പിന്നെ അഡ്മിനിസ്ട്രേറ്റേഴ്സൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന നല്ല നല്ല പ്രാക്ടീസസ് എന്തൊക്കെയാണ്. സോ ആ പ്രാക്ടീസസിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ഈ ചാപ്റ്ററിലായിരിക്കും പഠിക്കുന്നത്. ഗുഡ് ഗവേണൻസ് ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മളിന്ന് നോക്കും. പിന്നെ ഒരു സിവിൽ സർവൻറ്റിൻ്റെ കോഡ് ഓഫ് കണ്ടക്റ്റും ഡിസിപ്ലിനൊക്കെ എങ്ങനെയായിരിക്കും, അവരുടെ സ്റ്റാഫ് അസോസിയേഷൻസ് എങ്ങനെയാണ്, അവരുടെ പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്തൊക്കെയാണ്, പിന്നെ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവർക്കുള്ള ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം എങ്ങനെയാണ്, പിന്നെ ഒരു സിവിൽ സർവൻറ്റിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രാലിറ്റി, സിവിൽ സർവീസ് ന്യൂട്രാലിറ്റി എന്താണ്, പിന്നെ അവരുടെ ആക്ടിവിസം, സിവിൽ സർവീസ് ആക്ടിവിസം എന്താണ്, എന്നൊക്കെയാണ് നമ്മൾ 8th ചാപ്റ്ററിൽ പഠിക്കുന്നത്. 9th ചാപ്റ്റർ ഫൈനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. ഈ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് തിയറട്ടിക്കൽ പോർഷൻ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നില്ലേ, പേപ്പർ 1-ൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ അതിൻ്റെ കറണ്ട് ലെവൽ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്നാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. സോ ബഡ്ജറ്റ് ഒരു പൊളിറ്റിക്കൽ ഇൻസ്ട്രുമെൻ്റായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, പബ്ലിക് എക്സ്പെൻഡിച്ചറിന് പുറത്തുള്ള പാർലമെൻറ്റിൻ്റെ കൺട്രോൾ എങ്ങനെയൊക്കെയാണ് പോകുന്നത്, ഫൈനാൻസ് മിനിസ്ട്രിയുടെ റോൾ എങ്ങനെയാണ് പോകുന്നത്, പിന്നെ അക്കൗണ്ടിങ് ടെക്നിക്സ് എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ലൈക്ക് ഓഡിറ്റ്, പിന്നെ അതിൽ CAGയുടെയും പിന്നെ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സിൻ്റെയും റോൾ എങ്ങനെയാണ്, ഇവയൊക്കെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ 9th ചാപ്റ്ററിൽ കവർ ആകുന്നത്. 10th ചാപ്റ്ററിൽ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഇൻ ഇൻഡിപെൻഡൻസ് ആണ്. സോ ഇൻഡിപെൻഡൻസ് തൊട്ട് ഇന്ന് വരെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള റിഫോംസ് എന്തൊക്കെയാണ്,
അതിൻ്റെ മേജർ കൺസേൺസ് എന്തൊക്കെയാണ്, അതിനായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കമ്മിറ്റീസ് ഏതൊക്കെയാണ്, കമ്മീഷൻസ് ഏതൊക്കെയാണ്, പിന്നെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിലും ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിലൊക്കെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന റിഫോംസ് എന്തൊക്കെയാണ്, പിന്നെ ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴും ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ 10th ചാപ്റ്ററിൽ കവർ ആക്കുന്നത്. 11th ചാപ്റ്ററിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിപെൻഡൻസ് തൊട്ടിട്ട് റൂറൽ ഡെവലപ്മെൻറ്റിനായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും ഏജൻസീസ് എന്തൊക്കെയാണ്, പിന്നെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് എന്തൊക്കെയാണ്, പിന്നെ അതിൻ്റെ ഫോക്കസും സ്ട്രാറ്റജീസൊക്കെ എന്തൊക്കെയാണ്, പിന്നെ ഡീസെൻട്രലൈസേഷൻ ആൻഡ് ഓഫ് കോഴ്സ് ദ ഗ്രേറ്റ് ഇനിഷ്യേറ്റീവ് പഞ്ചായത്തി രാജ് വിച്ച് ഹാസ് കം ബൈ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. സോ ആ വക കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് 11th ചാപ്റ്ററിലായിരിക്കും. ആൻഡ് 12th ചാപ്റ്ററിൽ അർബൻ ലോക്കൽ ഗവൺമെൻറ് ആണ്. നമ്മൾ പഞ്ചായത്ത് രാജിൻ്റെ ഒപ്പം വന്നത് തന്നെയാണ് മുനിസിപ്പാലിറ്റീസ്. ഓക്കെ, സോ മുനിസിപ്പാലിറ്റീസ് എന്തൊക്കെയാണ്, 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വിച്ച് ഇസ് റിലേറ്റഡ് ടു മുനിസിപ്പാലിറ്റീസ്, മുനിസിപ്പൽ ഗവേണൻസ് എങ്ങനെയാണ് നടക്കുന്നത്, അതിൻ്റെ ഫീച്ചേഴ്സ്, സ്ട്രാറ്റജീസ്, പിന്നെ ഫൈനാൻസ്, പിന്നെ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, പിന്നെ ഗ്ലോബൽ ലോക്കൽ ഡിബേറ്റ്, ഡെവലപ്മെൻറ്റ് ഡൈനാമിക്സ്, പിന്നെ നമ്മുടെ സിറ്റി മാനേജ്മെൻറ്റായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ റെഫറൻസ് കൊടുത്തിട്ടുള്ള പൊളിറ്റിക്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ 12th ചാപ്റ്ററിൽ നോക്കുന്നത്. 13th ചാപ്റ്ററിൽ ലോ ആൻഡ് ഓർഡർ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, ബ്രിട്ടീഷിൻ്റെ കാലം തൊട്ട് എങ്ങനെയാണ് ലോ ആൻഡ് ഓർഡർ നമ്മൾ കീപ്പ് ചെയ്ത് പോകുന്നത്, പിന്നെ റിലേറ്റഡ് ഓർഗനൈസേഷൻസ് ആയിട്ടുള്ള നാഷണൽ പോളിസി കമ്മീഷൻ, പിന്നെ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസീസിനെ കുറിച്ച് നമുക്ക് നോക്കാനുണ്ട്. പിന്നെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഏജൻസീസ് ഒക്കെ ഉണ്ടല്ലോ നമുക്ക്, ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസീസ് അല്ലാണ്ട് ലൈക്ക് പാരാമിലിറ്ററി ഫോഴ്സസ്, ഇവരൊക്കെ എങ്ങനെയാണ് ലോ ആൻഡ് ഓർഡർ മെയിൻ്റനൻസ് ചെയ്യുന്നത്, അവരുടെ കൗൺസിലിംഗ്, ഇൻസർജൻസി, ടെററിസം, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ പൊളിറ്റിക്സ് അഡ്മിനിസ്ട്രേഷനിൽ ക്രിമിനലൈസേഷൻസും കാര്യങ്ങളൊക്കെ, പിന്നെ പോലീസും പബ്ലിക്കും ആയിട്ടുള്ള റിലേഷൻസ്, പോലീസിൽ ഉണ്ടായിട്ടുള്ള റിഫോംസ്. പണ്ട് ഈ ഡിസ്ട്രിക്ട് കളക്ടർ തന്നെയായിരുന്നു ഈ ലോ ആൻഡ് ഓർഡർ അഡ്മിനിസ്ട്രേഷൻ ചെയ്തിരുന്നത്, പക്ഷേ ഇപ്പോൾ നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് പോലീസിനായിട്ട് കൊടുത്തു, സെപ്പറേറ്റ് വിങ് ആക്കി മാറ്റി. സോ പണ്ട് നമ്മൾ ഒരുമിച്ചായിരുന്നു. സോ സ്റ്റിൽ ചെറിയ രീതിയിലുള്ള റിലേഷൻസ് ഒക്കെ നമുക്ക് ലോ ആൻഡ് ഓർഡർ അഡ്മിനിസ്ട്രേഷൻ ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ലോ ആൻഡ് ഓർഡർ അഡ്മിനിസ്ട്രേഷൻ്റെ ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ബാഡിൽ പഠിക്കാനായിട്ടുണ്ട്. ആൻഡ് 14th ചാപ്റ്ററിൽ ആസ് കൺക്ലൂഷൻ ടു ദ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഓപ്ഷനിൽ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ഫേസ് ചെയ്യുന്ന സിഗ്നിഫിക്കൻറ്റ് ഇഷ്യൂസ് എന്തൊക്കെയാണെന്നാണ്. നമുക്ക് പബ്ലിക് സർവീസിൽ വേണ്ട വാല്യൂസ്, പിന്നെ അഡ്മിനിസ്ട്രേഷൻ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്മീഷൻസ്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻസ്, പിന്നെ അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന പ്രോബ്ലംസ്, കൊലീഷൻ വരുമ്പോൾ കൊലീഷൻ റെജിംസിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, പിന്നെ സിറ്റിസൺ അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അഡ്മിനിസ്ട്രേഷനിലെ കറപ്ഷൻ, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇന്നത്തെ സൊസൈറ്റിയിൽ കൂടി വരുന്ന ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. സോ ഇതോടുകൂടി നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആവുകയാണ്. സോ ദിസ് ഈസ് ദ ഗൂഗിൾ മാപ്പ് ടുവേർഡ്സ് യുവർ പബാഡ് ജേർണി. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ടോപ്പിക്സ് എന്തൊക്കെയാണ് പഠിക്കേണ്ടതായിട്ടുള്ള കുറേ ടോപ്പിക്സ് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിക്കും, ബഡ്ജറ്റ്, ഫൈനാൻഷ്യൽ കാര്യങ്ങൾ പഠിക്കും, ലോ ആൻഡ് ഓർഡർ പഠിക്കും, പിന്നെ കുറേ തിങ്കേഴ്സിനെ കുറിച്ച് പഠിക്കും. സോ ഇങ്ങനത്തെ കുറേ ടോപ്പിക്സ് ഒക്കെ ഉണ്ട്. സോ നമ്മുടെ ഇൻട്രസ്റ്റ് ഇതിലൊക്കെ ഉണ്ടോ എന്ന് നല്ലോണം നോക്കുക. ഈ ടോപ്പിക്സ് ഒക്കെ നമുക്ക് നമ്മളിപ്പോഴും ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് യു ഷുഡ് ഹാവ് ഇൻസൈഡ് യുവേഴ്സ് ഇൻട്രസ്റ്റ് ടുവേർഡ്സ് ദാറ്റ്. സോ ഈ വക സാധനങ്ങളൊക്കെ അറിയാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. സോ ഇഫ് യു ഹാവ് ദി ഇൻട്രസ്റ്റ് ടു നോ how all these things work and how all these things do, then PABAD is the best and final optional for you. I guarantee that. So if you want to know all these, if you want to study all this, then just go forward with public administration optional, and എന്നെ കൊണ്ടാവുന്ന രീതിയിൽ I will be helping you. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെറിയ ചെറിയ ടോപ്പിക്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ കവർ ചെയ്യാനായിട്ടാണ് പ്ലാൻ. ആൻഡ് യുവർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ജേർണിയിൽ ഐ വിൽ ബി ദെയർ വിത്ത് യു ടു ഹെൽപ്പ് യു. ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾക്കത് കുറച്ച് എളുപ്പമാവാൻ സഹായിക്കുമെന്ന്. ആൻഡ് ദാറ്റ് ഈസ് വിത്ത് ദ സിലബസ് തിങ്. സോ അടുത്തതായിട്ട് ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് ബാഡ് എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്കുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ്. സോ നിങ്ങളെല്ലാവരും കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ദ ഗ്രേറ്റസ്റ്റ് ബെനിഫിറ്റ് ഇസ് ദ ഓവർലാപ്പ്. യെസ്, നമുക്ക് ഒരു വേസ്റ്റ് പോർഷൻസ് ഓവർലാപ്പ് ഉണ്ട് നമ്മുടെ GS ആയിട്ട്. അപ്പോൾ GSൻ്റെ സിലബസാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. GSൻ്റെ പേപ്പർ 3, പേപ്പർ 2,
ആൻഡ് പേപ്പർ 2, 3, 4 ആയിട്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു ഓവർലാപ്പ് നമുക്ക് കാണാൻ സാധിക്കും. സോ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ ടോപ്പിക് വൈസ് കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഈ ഹൈലൈറ്റ് ചെയ്തതല്ലാണ്ടും നമുക്ക് ഞാൻ ഹൈലൈറ്റ് ചെയ്യാത്ത പോർഷൻസിൽ മാക്രോ ടോപ്പിക്സ് മൈക്രോ ടോപ്പിക്സ് ആയിട്ട് നമുക്ക് ഓവർലാപ്പ് വരുന്നുണ്ട്. ഞാൻ എല്ലാം ഒന്നും ഹൈലൈറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ടു ഷോ യു ഹൗ ദ ഓവർലാപ്പ് ഇസ് ദെയർ. ഇപ്പോൾ പേപ്പർ 2 നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പോളിറ്റി, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസിൽ ഗവേണൻസ് ഫുൾ ഓവർലാപ്പ്. ഗവേണൻസ് നമുക്ക് പബാഡിലും പഠിക്കാനുണ്ട്, ഇതിലും പഠിക്കാനുണ്ട്. ആൻഡ് ഇറ്റ്സ് സെയിം. ഐ വുഡ് ഗ്യാരണ്ടി യു, നിങ്ങൾ പബാഡിൽ ഗവേണൻസ് പഠിക്കുകയാണെങ്കിൽ GS2 ഗവേണൻസ് പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ്സ് ദ സെയിം. ഓക്കെ, സോ ഗവേണൻസ്, പിന്നെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ പഠിക്കില്ല, ലൈക്ക് യൂണിയൻ എക്സിക്യൂട്ടീവ്, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്, അതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ കുറേ ഇൻ്റലിജൻസ് ഏജൻസീസ്, പിന്നെ നമ്മൾ കമ്മിറ്റീസ്, കമ്മീഷൻസ് ഒക്കെ പറഞ്ഞിരുന്നത് അതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഓൾറെഡി നമ്മൾ പൊളിറ്റിയിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. സോ ഒത്തിരി ഓവർലാപ്പ് ഉണ്ട്. പിന്നെ പാർലമെൻറ്റ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പൊളിറ്റിയിൽ നമ്മൾ പഞ്ചായത്ത് രാജ്, മുനിസിപ്പാലിറ്റീസ് പഠിക്കും. അത് ഫുള്ളി ഓവർലാപ്പാണ് ആക്ച്വലി. സോ നമുക്ക് കാണാൻ സാധിക്കും കുറേ ഓവർലാപ്സ് ഉണ്ട്. ലൈക്ക് സി, നമ്മൾ NGOs, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് കാര്യങ്ങളൊക്കെ പഠിക്കും. വെൽഫെയർ സ്കീംസ്, ദാറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. പിന്നെ റോൾ ഓഫ് സിവിൽ സർവീസസ് ഇൻ ഡെമോക്രസി, നമ്മുടെ സിവിൽ സർവീസസിനെ കുറിച്ചൊരു ചാപ്റ്റർ തന്നെ നമുക്കുണ്ട്. സോ ലൈക്ക് അവിടെ പഠിച്ചാൽ നമുക്ക് അത് ഇവിടെയും ബെനഫിഷ്യലാണ്. സോ ഈ ഗവേണൻസ്, സിറ്റിസൺസ് ചാർട്ടർ, അക്കൗണ്ടബിലിറ്റി, നല്ല രീതിയിലുള്ള ഓവർലാപ്പ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ IRൽ നമ്മൾ പറഞ്ഞു ഒരു ചാപ്റ്റർ നമുക്ക് കമ്പാരറ്റീവ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. സോ നമ്മൾ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ മറ്റ് രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ നമ്മൾ പറഞ്ഞത്. സോ ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു ഗോ വിത്ത് IR ഇൻ സം സോർട്ട് ഓഫ് മെത്തേഡ്സ്. പിന്നെ നമ്മൾ GS3യിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് ബഡ്ജറ്റിംഗ് ഓൾറെഡി നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. ബഡ്ജറ്ററി പ്രോസസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടിരുന്നു പേപ്പർ 2. ആൻഡ് നമ്മൾ ഇക്കണോമിക്സിൻ്റെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് മോഡൽസ് നമ്മൾ പഠിക്കുന്നുണ്ട് ബാഡിൽ. ആൻഡ് ഇത് കൂടാണ്ട് ഇക്കണോമിക്സിൽ കുറച്ച് കാര്യങ്ങളൂടെ, ഇപ്പോൾ എനിക്ക് ആ കറക്റ്റ് വേർഡിങ്സ് ഒന്നും ഇതിൻ്റെ അത് കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യാത്തത്. ബട്ട് സ്റ്റിൽ യു ക്യാൻ യൂട്ടിലൈസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ GS2 ഓൾസോ, 3 ഓൾസോ. ആൻഡ് GS4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്തിക്സ് ആണ്. എത്തിക്സിൽ ബാഡ് പഠിച്ചൊരു വ്യക്തിക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഒരു മേജർ ചങ്ക് ഓഫ് പോർഷൻസ് ബാഡിലുണ്ട് ആക്ച്വലി. എനിക്ക് തോന്നുന്നു ഈ ഫസ്റ്റ് ടോപ്പിക്കിലും ആക്ച്വലി ഉണ്ട്, പക്ഷെ എനിക്ക് ആ വേർഡിങ്സ് കിട്ടിയില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യാത്തത്. സൊസൈറ്റിയൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, സോ എത്തിക്സിലും പോളിറ്റിയിലുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ, ഗവേണൻസിലാണ് ഏറ്റവും കൂടുതൽ ഓവർലാപ്പ് കാണുന്നത്. സോ ദിസ് ഇസ് ദ എന്താ പറയുക, ചക്കയിൽ ഈച്ച വന്നിരിക്കുന്നത് പോലെ ഇതാണ് ചക്ക, നമ്മളാണ് ഈച്ചകൾ. സോ നമ്മൾ ഇതൊക്കെ കണ്ടിട്ടാണ് വരുന്നത്. ലൈക്ക് ഇത്രയധികം ഓവർലാപ്പ് ഉണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് റിലേറ്റിംഗ് ടു ദ ബെനിഫിറ്റ് ഓഫ് പബാഡ്. ഓൾസോ നമുക്ക് പബാഡ് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് essays എഴുതുമ്പോൾ കുറച്ചും കൂടെ കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാൻ പറ്റും. ഇപ്പം essay ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള essay ഒക്കെയാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മൾ തിങ്കേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. സോ നമ്മൾ കുറേ കോട്ടിങ്സും അവർ പറഞ്ഞിരിക്കുന്ന ഒരു ഡയലോഗ്സൊക്കെ നമ്മൾ പഠിക്കും. സോ അതും നമ്മുടെ essays ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മറ്റൊരു ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ essayയിലും നമുക്ക് കുറച്ചൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന ഓപ്ഷനിൽ. സോ ഞാനിവിടെ ഒരു കമ്പാരിസൺ കാണിക്കുകയാണ്. സോ ലൈക്ക് നമ്മുടെ മറ്റു ഓപ്ഷനിലും പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ഓഫ് കോഴ്സ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് പറഞ്ഞുള്ളൂ, ഓവർലാപ്പ് വിത്ത് GS2-ഉം 3 ഞാൻ പറഞ്ഞു ഇക്കണോമിക്സ് ആണ്. ഇക്കണോമിക്സ് അത്ര കണ്ടങ്ങ് ഓവർലാപ്പ് ഇല്ല, ബട്ട് സ്റ്റിൽ ഇക്കണോമിക് പോർഷൻസിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് GS3 എന്നും പറയാം. ആൻഡ് ഓഫ് കോഴ്സ് GS4 which is ethics, integrity and aptitude, ആൻഡ് essayയിലും നമുക്ക് ഓവർലാപ്പ് കാണാൻ സാധിക്കും. ആൻഡ് നെക്സ്റ്റ് തിങ് ഇസ് സിലബസ് ലെങ്ത്. ബാക്കിയുള്ള സബ്ജക്ട്സ് വെച്ച് ജോഗ്രഫിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ജോഗ്രഫീസ് സിലബസ് ഇസ് വെരി വാസ്റ്റ്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആകെ ഒരു ഷോർട്ട് സിലബസ് ആണുള്ളത്. ഓൾറെഡി ഇൻഡിപെൻഡൻസ് തുടങ്ങിയിട്ട് ഇന്നേ വരെ നടന്നിരിക്കുന്ന കാര്യങ്ങൾ ഇത്രയ്ക്ക് ഉള്ളൂല്ലോ. സോ ആ ഒരു കാര്യങ്ങൾ അതും അഡ്മിനിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ട് കുറവായിരിക്കും, ഫുൾ ഹിസ്റ്ററി അല്ലല്ലോ. സോ ഉള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഇനഫ് ഫോർ ദ. ഓക്കെ, സോ സിലബസ് വളരെ ഷോർട്ടാണ് ആൻഡ് ക്രിസ്പാണ്, കറക്റ്റ് പോയിന്റ് ടു പോയിന്റ് ആണ്. അതാണ് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ടുള്ളത്. ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ടുള്ള സിലബസ് ആണ്. സ്കോറിംഗ് പൊട്ടൻഷ്യൽ
ഓഫ് കോഴ്സ് ഇറ്റ്സ് മോഡറേറ്റ് ടു ഹൈ. കുറഞ്ഞിരിക്കുന്ന സമയങ്ങളുണ്ട്, ബട്ട് സ്റ്റിൽ നല്ല രീതിയിൽ സബ്ജക്റ്റ് ഒന്ന് കവർ ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ യു ക്യാൻ സ്കോർ പ്രിട്ടി ഗുഡ് ടു പ്രിട്ടി വെരി ഗുഡ് മാർക്സ്. ഓക്കെ. ആൻഡ് ഓൾസോ നമ്മൾ പറഞ്ഞു കറണ്ട് അഫയേഴ്സ് യൂസേജ് എസെൻഷ്യലാണ്. ജോഗ്രഫിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയൊന്നും വേണ്ടില്ല, ബട്ട് സ്റ്റിൽ കറണ്ട് അഫയേഴ്സിൽ നമുക്ക് പറഞ്ഞല്ലോ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ബെനിഫിഷ്യൽ തിങ് ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. സോ അടുത്ത് ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ ഒരു സ്ട്രാറ്റജി ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ പോകുന്നത്. സോ ദിസ് സ്ട്രാറ്റജിയിൽ നമുക്കൊരു 5 സ്റ്റെപ്സ് ആണുള്ളത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഞാൻ പറഞ്ഞു കോൺസെപ്റ്റ്സ് ആണ്. സോ നമ്മൾ കോൺസെപ്റ്റിൽ തന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സിലബസ് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. സിലബസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇറ്റ്സ് ഹാഫ് ഓവർ. പിന്നെ നമുക്ക് അതിന്ന് ഡെവലപ്പ് ചെയ്ത് പോയാൽ മതി. ആ സിലബസിൽ ബാക്കി കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് പോയാൽ മതി. സോ നമ്മൾ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കുക. സോ നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മെമ്മറൈസ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഹ്യൂമൻ മെമ്മറിയാണ്. ചിലപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒരാഴ്ച കഴിയുമ്പോൾ ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല. സോ സംഭവങ്ങൾ മെമ്മറൈസ് ചെയ്യാണ്ട് മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് ആക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ നമ്മൾക്കൊരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ മൈൻഡിൽ കിടക്കും അല്ലേ. പക്ഷെ നമ്മളൊരു കാര്യം ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ മൈൻഡിൽ കിടക്കില്ല, കുറച്ച് കഴിയുമ്പോൾ അത് പോകും. സോ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ that will be lasting for a long time, and that is the best and efficient method to study. ഓൾസോ നമ്മുടെ അടുത്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത് സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്യുക, സ്ട്രക്ചർഡ് ആയിട്ടുള്ള ആൻസർ യൂസ് ചെയ്യുക. ആൻസർ റൈറ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഒന്ന് പഠിച്ച് കുറച്ച് കഴിയുമ്പോൾ ഞാൻ എങ്ങനെയാണ് നല്ലൊരു ആൻസർ എഴുതാൻ പറ്റുന്നത് പറഞ്ഞു തരാം. സോ നമ്മളെപ്പോഴും ഒരു മിത്താണ് ലൈക്ക് UPSCയിൽ കടിച്ചപ്പൊട്ടാത്ത വാക്കൊക്കെ യൂസ് ചെയ്താലേ നമുക്ക് നല്ല സ്കോർ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ആഷ് ബുഷ് ഇംഗ്ലീഷൊക്കെ യൂസ് ചെയ്യണം. നോ, ഇറ്റ്സ് നോട്ട് റൈറ്റ്. നമ്മൾ എത്ര സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്താലും നമ്മുടെ മെത്തേഡ് ഓഫ് റൈറ്റിങ്ങിലാണ് ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത്. നമ്മുടെ സ്ട്രക്ചർ, ആൻസറിൻ്റെ സ്ട്രക്ചറിലാണ് ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത്. കടിച്ചപ്പൊട്ടാത്ത ഇംഗ്ലീഷ് വാക്കുകളോ ആർക്കും മനസ്സിലാവാത്ത ഇംഗ്ലീഷ് വാക്കുകളോ ഒന്നും നമ്മുടെ ആൻസർ ചെക്ക് ചെയ്യുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ നോളജുള്ള ആൾക്കാരായിരിക്കുമല്ലോ, ലൈക്ക് അല്ലാണ്ട് ലിറ്ററേച്ചർ പഠിപ്പിക്കുന്ന ആൾക്കാരായിരിക്കില്ല നമ്മുടെ ആൻസേഴ്സ് ചെക്ക് ചെയ്യുന്നത്. സോ ഓഫ് കോഴ്സ് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതിയാൽ അവർ മാർക്ക് തരത്തുള്ളൂ. അവർക്ക് വായിക്കുമ്പോൾ ഈ കുട്ടി എത്ര നന്നായിട്ടാണ് എഴുതിയിരിക്കുന്നത്, സിംപ്ലി ഒരു കുഞ്ഞു കുട്ടി പോലെ മനസ്സിലാവുന്ന രീതിയിലുള്ള ആൻസർ ആണല്ലോ, അങ്ങനെ തോന്നുമ്പോൾ ലൈക്ക് ഇറ്റ്സ് ദാറ്റ് ഈസ് ഷോയിങ് എ പ്ലസ് പോയിന്റ്, നോട്ട് എ മൈനസ് പോയിന്റ് വിത്തൗട്ട് റൈറ്റിംഗ് എനി ഗുഡ് വേർഡ്സ് ഓർ യൂസിങ് ഗുഡ് വേർഡ്സ്. സോ ലാംഗ്വേജ് ഷുഡ് ബി ഓൾവേസ് സിമ്പിൾ എന്ന് ഞാൻ പറയുള്ളൂ. പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ലാംഗ്വേജ് ഷുഡ് ബി വെരി സിമ്പിൾ, പക്ഷേ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കണം നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. ആൻഡ് നെക്സ്റ്റ് തിങ് ഇസ് പ്രാക്ടീസിങ് ആൻസർ റൈറ്റിംഗ്. ഡെയിലി ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയത്തുള്ളൂ. പലപ്പോഴും പറ്റിയെന്ന് വരില്ല, ബട്ട് സ്റ്റിൽ യു ഷുഡ് ട്രൈ. ആൻസർ റൈറ്റിംഗ് ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഓപ്ഷണലിൽ ഒരു ആൻസർ എങ്കിലും ഒരു ഡേ എഴുതണം എന്നുള്ളൊരു രീതിയിൽ തന്നെ മുമ്പോട്ട് പോവുക. ആൻഡ് ദാറ്റ് വിൽ മേക്ക് യു പ്രോ ഇൻ ആൻസർ റൈറ്റിംഗ്. മിസ്റ്റേക്സ് ഉണ്ടാവും, ദാറ്റ്സ് യൂഷ്വൽ. പക്ഷെ നമ്മൾ എഴുതി ലൈക്ക് നമ്മൾ കുഞ്ഞു പ്രായത്തിൽ ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ എഴുതാൻ പഠിക്കുന്നത് 4 ലൈൻ ബുക്കിൽ നമ്മൾ എഴുതിയാണല്ലോ നമ്മൾ ലെറ്റേഴ്സ് പഠിക്കുന്നത്. അറ്റ് ദി എൻഡ് ഒരു കാര്യം നമ്മൾ 10 പ്രാവശ്യം പറഞ്ഞു, 11ാമത്തെ പ്രാവശ്യം ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ 11ാമത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ആദ്യത്തെ ക്വസ്റ്റ്യനും 11ാമത്തെ ക്വസ്റ്റ്യനും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ യു വിൽ ഫീൽ യുവർ സെൽഫ്, ഓ ഞാൻ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടല്ലോ. ദാറ്റ് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് പ്രാക്ടീസ്. സോ പ്രാക്ടീസിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. മോക്ക് ടെസ്റ്റുകളൊക്കെ എടുക്കാൻ നമുക്ക് ഓൺലൈൻ ഒത്തിരി സോഴ്സസ് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ പഠിച്ചാൽ തന്നെ നമുക്ക് സിലബസ് ഒരുമാതിരി കവർ ചെയ്യാൻ പറ്റും. സോ ആൻസർ റൈറ്റിംഗ് ഇസ് ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ആൻഡ് അടുത്തതായിട്ട് ഞാൻ പറഞ്ഞു കറണ്ട് അഫയേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഗവേണൻസിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. പുതിയ എന്തെങ്കിലും മെത്തേഡ്സ് ഒക്കെ ഏതെങ്കിലും പുതിയ ഡിസ്ട്രിക്ട് ഓഡിറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ് കൊണ്ടുവരുന്ന പുതിയ പോളിസീസൊക്കെ അതിൽ നിങ്ങൾക്ക് ഇത് കൊള്ളാലോ, എൻ്റെ ആൻസർ റൈറ്റിങ്ങിൽ കയറ്റാൻ പറ്റുമല്ലോ, അങ്ങനെ തോന്നുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ജോട്ട് ഡൗൺ ഇൻ എ പീസ് ഓഫ് പേപ്പർ, അല്ലെങ്കിൽ അതിനായിട്ടൊരു ബുക്ക് വെക്കുക. ഗുഡ് ഗവേണൻസ് പ്രാക്ടീസസ് എന്ന് വല്ല ഹെഡിങ് ഒക്കെ കൊടുത്തിട്ട് അത് എഴുതി വെക്കുക. ലൈക്ക് നമ്മുടെ ആൻസറിൽ നമുക്ക് എവിടെയെങ്കിലൊക്കെ അത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ യുണീക്ക് എക്സാമ്പിൾസ് വിൽ ഗിവ് യു യുണീക്ക് മാർക്സ്. സോ ഗോ ഫോർവേഡ് വിത്ത് ഇറ്റ്. ഒരു എക്സാമ്പിൾ കളക്ടർ ആയിട്ട് മാറാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഇസ് റിവൈസ് റെഗുലർലി വിത്ത് സെൽഫ് മെയ്ഡ് നോട്ട്സ്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ എത്ര മെറ്റീരിയൽസ് കിട്ടിയെന്ന് പറഞ്ഞാലും, എത്ര ടെക്സ്റ്റ് ബുക്സ് വായിച്ചെന്ന് പറഞ്ഞാലും,
One note that is self-made, that will be the most ബെനഫിഷ്യൽ നോട്ട് ഫോർ യു. മറ്റൊരാൾ ഉണ്ടാക്കുന്ന നോട്ട് ആ ആളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് ഉണ്ടാക്കുന്ന നോട്ട്സാണ്. സോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങളുടേതായിട്ടുള്ളൊരു നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. മറ്റൊരാൾ എഴുതിയ നോട്ട് രണ്ടാമത് വായിക്കുമ്പോഴും നിങ്ങൾ എഴുതിയൊരു നോട്ട്, അതായത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളായിട്ട് എഴുതിയൊരു നോട്ട് രണ്ടാമത് വായിക്കുമ്പോഴും അതിൻ്റെ ഒരു എഫക്റ്റ് രണ്ടാണ്. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യാം. ഇറ്റ് ഇസ് ടൈം കൺസ്യൂമിങ് ബട്ട് സ്റ്റിൽ that time is worth. I am damn sure about it. Okay, so just go forward with it. നിങ്ങളുടേതായിട്ടുള്ള നോട്ട്സ് എപ്പോഴും പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. എത്ര നോട്ട്സ് തന്നു പറഞ്ഞാലും നിങ്ങളുടേതായിട്ടുള്ളൊരു നോട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ പബാഡിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്, നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ 5ഉം 10ഉം ബുക്ക് വരെ എഴുതാനുള്ള നോട്ട് പ്രിപ്പയർ ചെയ്യാം. സോ നോട്ട്സ് എപ്പോഴും ഭയങ്കര പ്രിസൈസ് ആയിട്ട് കീപ്പ് ചെയ്യുക, ഷോർട്ടായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം. നോട്ട് പ്രിപ്പയർ ചെയ്യണം, സെൽഫ് മെയ്ഡ് നോട്ട്സ് ഉണ്ടാക്കണം, ബട്ട് ഇറ്റ് ഷുഡ് ബി പ്രിസൈസ് ആൻഡ് ക്ലിയർ. ചുമ്മാ വേർഡ്സ് മാത്രം എഴുതി പോകണ്ട, പ്രിസൈസ് ആവണം, ബട്ട് സ്റ്റിൽ ഇറ്റ് ഷുഡ് ബി ക്ലിയർ. ഓക്കെ, സോ അങ്ങനത്തെ രീതിയിൽ സെൽഫ് മെയ്ഡ് നോട്ട്സ് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ നോട്ട് ഉണ്ടാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ടാണ്. സോ ദാറ്റ് മീൻസ് യു ഹാവ് അണ്ടർസ്റ്റുഡ് സംതിങ്, റൈറ്റ്? സോ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷനും കിട്ടും. അതിനേക്കാൾ ഉപരി നിങ്ങളത് എഴുതുമ്പോൾ കുറച്ചും കൂടെ ഒരു ഓർത്തിരിക്കാനുള്ള tendency ഉണ്ട്. So that is a suggestion of mine. If you are comfortable with it, if you feel it's good, or try, it's a good thing. എനിക്ക് വർക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സോ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അത് ഉപകരിക്കുന്നുണ്ടോ എന്നൊന്ന് പറയാൻ എടുത്ത്. ഓക്കെ, ടെലഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി. സോ ദാറ്റ് ഈസ് എ സ്ട്രാറ്റജി I have to discuss with you.